2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ബൈബിൾ വ്യക്തമായി പറയുന്നു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അടുത്ത വാക്യത്തിൽ, അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതല്ലയോ? ശബ്ദമുയർത്തി പറയാമോ? ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതല്ലയോ? ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതല്ലയോ? ശബ്ദമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകർ അല്ല, ആത്മാവിന്റെ ശുശ്രൂഷകർ അത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ജീവിതം തകർന്നു കിടക്കുന്ന ചിലതിന് ജീവിതം ഉണ്ടാകാനാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ഇന്ന് രാത്രിയിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല, എന്നാൽ കർത്താവിന്റെ വചനം നിങ്ങളിൽ മാറ്റം വരുത്തും. ദൈവത്തിന്റെ വചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല, എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് രൂപാന്തരം നൽകും. മാറ്റമില്ലാത്തതും നിങ്ങൾക്ക് മാറ്റം വരുത്തുന്നതും, ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും നിങ്ങൾക്ക് രൂപാന്തരം തരുന്നതുമാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. കർത്താവിന്റെ വചനം ഇതിൽ പ്രസംഗിക്കുമ്പോൾ ഇവിടെ പരിവർത്തിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമഞ്ച മാംസങ്ങളെയും വിടുവിക്കുന്നത് വരെ തുളച്ചു കയറുന്നതുമാണ്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരങ്ങളോട്, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോട്, ഗായക സംഘത്തോട്, ഈ ശബ്ദ പരിമിതിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന സകല കേൾവിക്കാരോടും പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ പ്രവാചകനായി നിന്നുകൊണ്ട് ഞാനൊരു ദൈവിക ആലോചന അറിയിക്കുകയാണ്. ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം, റിജക്റ്റ് ചെയ്യേണ്ടവർക്ക് റിജക്റ്റ് ചെയ്യാം. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ വചനം നിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പട്ടണത്തിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതും. നിന്റെ ശുശ്രൂഷയുടെ ചരിത്രത്തെ തിരുത്തി എഴുതും. നിന്റെ സാമ്പത്തിക മണ്ഡലത്തിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതും. നിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തെ തിരുത്തി എഴുതും. വിശ്വസിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കരങ്ങളടിച്ച് അതര തുറന്ന് അതൊന്ന് വെളിപ്പെടുത്തി കർത്താവിനെ ആരാധിച്ചാട്ടെ. ശബ്ദം ഉയർത്തി രാത്രിയിൽ ദൈവത്തിന് നന്ദി പറയാം. എന്തോ അസാധാരണമായ ദൈവശക്തി ഇന്ന് രാത്രിയിലേക്ക് ഇവിടെ ആഴമായ ആത്മാവിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവനെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കാൻ ആരെങ്കിലും ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അഭിഷേകത്തിന്റെ അഗ്നി നിന്റെ യാഗപീഠത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരുന്ന രാത്രിയാണ്. അവനെ അനുഭവിക്കുന്ന ദൈവമക്കൾ അതരമടച്ചിരിക്കാതെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ദൈവപുരുഷനോട് ദൈവം ചിലത് ഇടപെട്ടിട്ടുണ്ടെന്നും മറ്റ് രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തോ ഇവിടെ ചലിക്കുന്നുണ്ടെന്നും ആത്മാവിൽ തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കാൻ പ്രാപ്തരാക്കി. പ്രാപ്തരായതല്ല, പ്രാപ്തരാക്കിയതാണ്. നിന്നതല്ല, നിർത്തിയതാണ്. നേടിയതല്ല, നൽകിയതാണ്. വന്നതല്ല, കൊണ്ടുവന്നതാണ്. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കാൻ പ്രാപ്തരാക്കി. ഈ 2019 ഒരു പ്രത്യേകത ഞാൻ ആത്മാവിൽ ഈ കണ്ടളയ്ക്ക് വേണ്ടി, കാട്ടാക്കടയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി വിളിച്ചു പറയുന്നു. നിനക്ക് പ്രാപ്തിയില്ലാത്ത പല മേഖലകളിലും ഈ വർഷം എന്റെ ദൈവം നിന്നെ പ്രാപ്തനാക്കും. വിശ്വസിക്കുന്നവർക്കായി നിനക്ക് പ്രാപ്തിയില്ലാത്ത, നിന്റെ കഴിവ് കൊണ്ട് സാധിപ്പിക്കാൻ കഴിയാത്ത, നിന്റെ ബുദ്ധി കൊണ്ട് സാധിപ്പിക്കാൻ കഴിയാത്ത, നിന്റെ മിടുക്ക് കൊണ്ട് സാധിപ്പിക്കാൻ കഴിയാത്ത പലതും ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം നിനക്ക് സാധ്യമാക്കി തരും. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന
ശക്തിയുള്ളവരൊന്ന് ആരാധിച്ച് ഈ സ്റ്റേജിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരാധിച്ച് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, ആ വ്യാപരിക്കുന്ന ശക്തി ഈ കാട്ടാക്കട ഭരിക്കുന്ന ഇരുളിന്റെ വ്യാപാരത്തെ, അന്ധകാരത്തിന്റെ മണ്ഡലത്തെ, തിരുവനന്തപുരം ജില്ലയെ കുടികുത്തി വാഴുന്ന ദേശാധിപതികളെ ഇന്ന് രാത്രിയിൽ നിലംപരിശാക്കി നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ ഇന്ന് രാത്രിയിൽ ഒരു വിടുതലയക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയാട്ടെ. ഇത് പോരാ. ഇവിടെ ഇറങ്ങിയ ദൈവ സാന്നിധ്യം വെച്ചിട്ട് ഈ കൈയടി പോരാ. ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന മഹത്വം വെച്ചിട്ട് ഈ സ്തോത്രം പോരാ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് അടുത്തിരിക്കുന്ന വ്യക്തികളെ മറന്ന് ആ ധൈര്യം തുറന്ന് ആത്മാവിൽ ആരാധിക്കുന്നവന്റെ ചരിത്രത്തെ എന്റെ ദൈവം തിരുത്താൻ പോവുകയാണ്. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ദൈവത്തിന്റെ മഹത്വം, ഗ്ലോറി എന്നുള്ള വിഷയത്തെ കുറിച്ചൊന്ന് തൊടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാബോദ് എന്ന പദം ഹീബ്രുവിലും, ഷെക്കേന എന്ന പദം ഗ്രീക്കിലും, അങ്ങനെ വ്യത്യസ്ത നിലകളിൽ കാബോദെന്നും ഷെക്കേനയെന്നും ഗ്ലോറി എന്നും തേജസ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വം, ഗ്ലോറി. ഈ ദൈവ മഹത്വം, ദൈവം ഒരിക്കൽ മനുഷ്യനെ അണിയിച്ചു. തന്റെ മഹത്വം, തന്റെ തേജസ്, തന്റെ ഗ്ലോറി കൊണ്ട് മനുഷ്യനെ വസ്ത്രം അണിയിക്കുന്നത് പോലെ അണിയിച്ചു. ആ കാഴ്ച നമുക്ക് ഏദൻ തോട്ടത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 8:4-5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴിലാക്കി. തേജസ്സും ബഹുമാനവും അവൻ മനുഷ്യനെ അണിയിച്ചു, വസ്ത്രം അണിയിക്കുന്നത് പോലെ അണിയിച്ചു. എന്നാൽ ഏകന്റെ വ്യവസ്ഥ ലംഘനത്താൽ, ആ ഏകൻ നിമിത്തം മാനവകുലം മുഴുവൻ പാപത്തിലായെങ്കിൽ, തേജസ് നഷ്ടപ്പെട്ടെങ്കിൽ, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന സത്യമാണ്, പാപമല്ല ആദ്യം ഉണ്ടായിരുന്നത്, തേജസ്സാണ്. പാപം ചെയ്തപ്പോഴാണ് തേജസ് നഷ്ടപ്പെട്ടത്. അങ്ങനെങ്കിൽ പാപത്തെക്കാൾ മുൻപ് ഇവിടെ തേജസ് ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യകുലം ദൈവത്തോടുള്ള വ്യവസ്ഥാ ലംഘനം നിമിത്തം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് നിമിത്തം, പാപം ചെയ്തത് നിമിത്തം, ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം അവന് നഷ്ടപ്പെട്ടത്, നിങ്ങൾ ചിന്തിക്കരുത്, ഏദനിൽ നിന്ന് ഏതോ വൃക്ഷത്തിന്റെ ഫലങ്ങളല്ല, ഏദനിൽ നിന്ന് ഏതോ വൃക്ഷത്തിന്റെ കായ്ക്കനികളല്ല. അവനിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യനും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത തേജസ്സായിരുന്നു, ഗ്ലോറിയായിരുന്നു, അവന്റെ മഹത്വമായിരുന്നു. എന്നാൽ മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ട ഗ്ലോറി, തേജസ് മനുഷ്യകുലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മനുഷ്യ, നിന്നിൽ നിന്ന് തേജസ്സും നഷ്ടപ്പെട്ടപ്പോഴല്ലേ നീ പാപത്തിന് അധീനനായത്? അല്ല, നീ പാപത്തിന് അധീനനായത് കൊണ്ടല്ലേ നിന്റെ മേലുള്ള തേജസ് പോയത്. ആ തേജസ് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴല്ലേ ശാപം, മരണം, രോഗം ഇതൊക്കെ നിന്നെ തേടി വന്നത്. എന്നാൽ ഈ തേജസ് നിന്നിലേക്ക് ഇന്ന് രാത്രിയിൽ തിരിച്ചു വന്നാൽ നിന്റെ രോഗങ്ങൾ സൗഖ്യമാകാൻ തുടങ്ങും, നിന്റെ ശാപം അനുഗ്രഹമാകാൻ തുടങ്ങും, നിന്റെ പരാജയങ്ങൾ ജയമാകാൻ തുടങ്ങും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഏകന്റെ ലംഘനത്താൽ, ആ ഏകൻ നിമിത്തം മരണം വന്നെങ്കിൽ, ഏകനാകുന്ന ക്രിസ്തുവിന്റെ അനുസരണത്താൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ എത്രയധികമായി ജീവനിൽ വാഴും, ജീവനിൽ വാഴും. 2019 നിനക്ക് താഴാനുള്ള വർഷമല്ല, വാഴാനുള്ള വർഷമാണ്.
വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2019 താഴ്ചയുടെ വർഷമല്ല, തകർച്ചയുടെ വർഷമല്ല. എത്ര വിശ്വസിക്കുന്നു? വാഴാൻ വാഴാൻ വാഴാൻ, ദേശത്തിൽ വാഴാൻ, പട്ടണത്തിൽ വാഴാൻ, ശുശ്രൂഷയിൽ വാഴാൻ എന്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. എന്റെ തമ്പുരാൻ, നീ ഭൂമിയിലേക്ക് വന്നത് നീ താഴാനല്ല, ഇന്ന് രാത്രി നീ ജീവനിൽ വാഴാനാണ്. ഓ, ശബ്ദമുയർത്തി കർത്താവിനെ നന്ദി പറയാ. ഇന്ന് രാത്രി കേവലം ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിച്ചിട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ കഴിഞ്ഞ ചില മാസങ്ങളായി എല്ലാ വേദികളിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ക്രൂസൈഡുകളിലും ഞാൻ കാണുന്നത് ദൈവത്തിന്റെ ഗ്ലോറിയാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. ഇന്ന് രാത്രി എനിക്കൊരു നിർബന്ധമുണ്ട്. അഭിഷേകം പ്രാപിച്ചവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, ദൈവകൃപയുള്ളവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, ദൈവ മഹത്വത്തിന് ബഹുമാനവും വിലയും കൊടുക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, കൈകെട്ടിയിരിക്കാതെ, വായടച്ചിരിക്കാതെ, ബൈബിളിൽ സിപ്പിട്ട് കാണിക്കാതെ, സ്തോത്രം 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 സ്തോത്രം, സിയോൻ ഗീതാവലി നോക്കിക്കൊണ്ടിരിക്കാതെ, മൊബൈലിലും വാച്ചിലും നോക്കാതെ, ഇന്ന് രാത്രിയിൽ അവന്റെ മഹത്വത്തിന് തക്ക സ്തോത്രം, അവന്റെ മഹത്വത്തിന് തക്ക സ്തുതികൾ, അവന്റെ മഹത്വത്തിന് തക്ക ആരാധന ഇന്ന് രാത്രി അർപ്പിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം, ഒരു സീസണിൽ നിന്ന് അടുത്ത സീസണിലേക്ക് കയറി നിലനിന്നൊരു സീസൺ. പഴയ നിയമ കാലഘട്ടത്തിന്റെ സീസൺ ആയിരുന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ സീസൺ അത് ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. എന്താണ് അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നെന്ന് പറഞ്ഞതിന്റെ കാരണം? ഒത്തിരി കാരണമുണ്ട്. 1-2 പറയാനുള്ള നേരമേ ഉള്ളൂ. പഴയ നിയമവുമായി, പഴയ നിയമത്തിന്റെ കൽപ്പനകളുമായി, കൽപ്പലകകളുമായി സീനായിയുടെ പർവ്വത മുകളിൽ 40 രാവും 40 പകലും ഉപവസിച്ച മോശ ആ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തിരുവെടുത്ത് പറയുന്നു, അവന്റെ മുഖത്തിന്റെ ത്വക്ക് തേജസ് കൊണ്ട് നിറയപ്പെടുവാനിടയായി. മുഖം പോലും തേജസ് കൊണ്ട് നിറയപ്പെട്ട മോശയ്ക്ക് ദൈവത്തിന്റെ കൈവിരലുകളാൽ, തീപാറുന്ന വിരലുകളാൽ കൽപ്പലകകളിൽ എഴുതി ലഭിച്ചു. ആ കൽപ്പനകളുമായി മോശ പർവ്വതത്തിൽ നിറങ്ങി അടിവാരത്തിലേക്ക് വരുമ്പോൾ ജോഷുവ ആ അടിവാരത്തിൽ മോശയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമാണിത്. സ്തോത്രം. ജോഷുവയോട് മോശ ചോദിക്കുന്നുണ്ട്, എന്താ താഴെ ഒരു ആർപ്പുവിളി, എന്താ ഒരു ബഹളം? സ്തോത്രം. അത് ജയിച്ചവരുടെ ശബ്ദമല്ല, തോറ്റ് പ്രതികാരം ഏറ്റുപാടുന്നവരുടെ ശബ്ദമത്ര എന്ന് പറഞ്ഞു. മോശ താഴ്വരയിൽ ഇറങ്ങിച്ചെന്നപ്പോൾ കണ്ടത് അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർ ഒന്നിച്ച് അന്യദേവനെ ആരാധിക്കുന്നു. മോശയുടെ കോപം ജ്വലിച്ചു. വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവൻ ആ കൽപ്പലകകളെ എറിഞ്ഞ് ഉടച്ചു. 40 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്ന്, ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ദൂതുകൾ മേടിച്ച് ഈ താഴോട്ട് ഇറങ്ങി വന്ന മോശ അവന്റെ മുഖത്തിന്റെ ത്വക്ക് തേജസ് കൊണ്ട് നിറയപ്പെട്ടതിനാൽ അവന്റെ മുഖത്തേക്ക് ആൾക്കാർക്ക് നോക്കാൻ കഴിയാത്ത നിലയിൽ അവന്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞതിനാൽ അവനൊരു മൂടുപടമിട്ടു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ആ നിലയിൽ ദൈവകൃപ ഏറ്റെടുത്ത് താഴ്വരയിലോട്ട് ഇറങ്ങി വരുന്ന മോശ അഹരോനും ഇസ്രായേൽ ജനവും കാണിച്ച ഈ അനീതിയുടെ മുൻപിൽ കോപം ജ്വലിച്ചു. കോപം ഉണ്ടായി. ആ കൽപ്പലക എറിഞ്ഞു പൊട്ടിച്ചു, വെള്ളത്തിൽ കലക്കി ജനത്തെ കുടിപ്പിച്ചു. അന്ന് താഴ്വരയിൽ മരിച്ചവർ 3000 പേരായിരുന്നു. അമ്മ താഴ്വരയിൽ മരണപ്പെട്ടത് 3000 പേരായിരുന്നു. ശിമോൻ പാസ്റ്റർ, ഞാൻ കർത്താവിനോട് ചോദിച്ചു, 40 ദിവസം ഉപവാസം ഇരുന്ന് ദൈവത്തിന്റെ കൈവിരലുകളാൽ കൽപ്പലകകളിൽ എഴുതി മേടിച്ച് താഴ്വരയിൽ തേജസ്സോടെ ഇറങ്ങി വരുന്ന മോശ ഈ കാര്യത്തിനു മുമ്പിൽ കോപം ചൊലിച്ച് എറിഞ്ഞു പൊട്ടിച്ച് അത് വെള്ളത്തിൽ കലക്കി 3000 എണ്ണം മരിച്ച് താഴ്വരയിൽ വീണിട്ടും അനുദപിക്കാതെ നിൽക്കുന്ന ഒരു മോശയെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയാം. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? പഴയ നിയമത്തിൽ തേജസ് വെളിപ്പെട്ടത് സ്കിന്നില്. പഴയ നിയമത്തിൽ തേജസ് വെളിപ്പെട്ടത് ഈ സ്കിന്നിലാ, തൊലിപ്പുറത്താ. എന്നാൽ പുതിയ നിയമത്തിൽ തേജസ് വെളിപ്പെട്ടത് നിന്റെ ആത്മാവിനകത്താ.
തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പുതിയ ദൈവവിശ്വാസിയെ, ഗ്ലോറി വെളിപ്പെട്ടത് നിന്റെ സ്കിന്നിലല്ല, നിന്റെ സ്പിരിറ്റില, നിന്റെ ആത്മാവില. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ അവൻ ദൈവത്തിന്റെ ഗ്ലോറി അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ബൈബിൾ പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു, നിന്നിൽ വസിക്കുന്നു.